ഈ ആഴ്ചയിലും തെരഞ്ഞെടുപ്പ് തന്നെയാണ് കേരളത്തിലെ പ്രധാന വാർത്ത. പോളിംഗ് ദിനത്തോട് അടുത്തു വരുമ്പോൾ മൂന്ന് മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വാദപ്രതിവാദങ്ങൾ, വിമത ഭീഷണി, കൊഴിഞ്ഞുപോക്ക്, അപശബ്ദങ്ങൾ, വിവാദ പ്രസ്താവനകൾ, അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാണ്. മറ്റൊന്ന്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവരും തോറ്റവരും വീണ്ടും പരസ്പരം 16 മണ്ഡലങ്ങളിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ള കൗതുകകരമായൊരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലെല്ലാം തീപ്പാറുന്ന പോരാട്ടമായിരിക്കും. വേറൊന്ന് താര പോരാട്ടമാണ്. ഒന്നിലധികം മണ്ഡലങ്ങളിലാണ് ഇത്തവണ സിനിമാ താരങ്ങൾ പരസ്പരം മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അടുത്ത വാർത്തയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരംഭ ചർച്ചയാണ് കോൺഗ്രസിൽ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത്. ഇതിന് തുടക്കമിട്ടതാകട്ടെ PJ കുര്യനാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്, അതും ഒരു പൊതുവേദിയിൽ. ഇതിന് പിന്നാലെ K സുധാകരനും ഇതിനെ അനുകൂലിച്ച് രംഗത്തെത്തി. VD സതീശിനെ തടഞ്ഞ് ചെന്നിത്തലയെ മുന്നോട്ട് വയ്ക്കുന്ന മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കോൺഗ്രസിലെ പടലപ്പിണക്കം കൂടുതൽ പുറത്തു കൊണ്ടുവരുന്നതാണ്. ഈ അഭിപ്രായത്തെ പിന്തുണച്ചും എതിർത്തും ചില നേതാക്കൾ പിന്നണിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നാണ് വിവരം. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണുള്ളത്. നടൻ വിജയുടെ പാർട്ടി പുതുച്ചേരി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതുച്ചേരിയും തമിഴ്നാടും പിടിച്ചെടുക്കാനുള്ള പ്രചാരണത്തിലാണ് വിജയ്. അതേസമയം തന്നെ കമൽഹാസന്റെ പാർട്ടി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടിൽ നിന്നും ആഗോള വേദിയിലെ സംഘർഷ ചൂടിലേക്ക് വരുമ്പോൾ ആശ്വാസത്തിന്റെ ചില കിരണങ്ങളും തെളിഞ്ഞു വരുന്നുണ്ട്. ഇറാനുമായി സമാധാന ചർച്ചയ്ക്ക് അമേരിക്ക രംഗത്തെത്തിയെന്നത് ശ്രദ്ധേയമാണ്. ഉപാധികളുടെ യുദ്ധം അവസാനിപ്പിക്കാമെന്ന വാഗ്ദാനം. എന്നാൽ ഇതിന് മറുപടിയെന്ന് കടുത്ത നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ നിന്ന് സമാധാനം തേടിയുള്ള മനുഷ്യരുടെ പ്രയാണത്തിനിടെ ഒരു പിഞ്ചു കുഞ്ഞിനോട് സൈന്യം ചെയ്ത ക്രൂരതയാണ് അടുത്ത വാർത്ത. അതും ഗാസയിലാണ് സംഭവം. ഇസ്രയേൽ സൈന്യം വെറും 18 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മുറിവേൽപ്പിച്ചതാണ് സംഭവം. ഗാസയിലെ അൽമഗാസി അഭയാർത്ഥി ക്യാമ്പിന് സമീപം കരീം അബു നാസർ എന്ന കുഞ്ഞിനെയാണ് സൈന്യം 10 മണിക്കൂർ തടഞ്ഞു വെച്ച് ഉപദ്രവിച്ചത്. കുഞ്ഞിനെ സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുകയും കാലിൽ ആണി തറയ്ക്കുകയും ചെയ്തു. കുഞ്ഞിന്റെ അമ്മയാണ് ഈ ക്രൂരത ലോകത്തിന് മുന്നിൽ കാണിച്ചത്. ഈ പൊട്ടിക്കരച്ചിലിന് ആര് ഉത്തരം പറയുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. സിനിമാ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇനി. ലിസി പ്രിയദർശൻ ഒത്തുചേരലാണ് ഈ വാർത്ത. 10 വർഷം മുൻപ് വിവാഹമോചിതരായ ലിസിയും പ്രിയദർശനും വീണ്ടും ഒന്നിച്ചു എന്ന വാർത്ത പ്രിയദർശൻ തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നേ ഉള്ളൂ, ഞങ്ങൾ ഒന്നെന്നാണ് പ്രിയദർശൻ ഈ അടുത്തിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നടൻ മോഹൻലാൽ കോടതിയെ സമീപിച്ച വാർത്തയാണ് മറ്റൊന്ന്. ഇത്തവണ സിനിമാ തർക്കമോ തട്ടിപ്പോ ഒന്നുമല്ല, മറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ പേരുപയോഗിച്ച് തട്ടിപ്പ് നടത്തിയവരെയും അപഹസിച്ചവരെയും കോടതി കയറ്റാനാണ് മോഹൻലാലിന്റെ പോരാട്ടം. പ്രശസ്തിക്ക് വേണ്ടി ഹാനികരമായ രീതിയിൽ തന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ചുവെന്നും ശബ്ദം വരെ കൃത്രിമമായി സൃഷ്ടിച്ചെന്നുമാണ് മോഹൻലാലിന്റെ പരാതി. അതുമാത്രമല്ല, ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നും ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ മോഹൻലാൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അടുത്തതും മോഹൻലാലുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വരുന്നത്. ജോർജ് കുട്ടി വീണ്ടും എത്തുന്നു. നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യത്തിന്റെ 3ാം പതിപ്പ് മെയ് 21 തിയേറ്ററിൽ എത്തുന്നു എന്നാണ് പുതിയ വാർത്ത. മോഹൻലാലിന്റെ ജന്മദിനത്തിൽ തന്നെയാണ് ആഗോള റിലീസിന് തയ്യാറെടുക്കുന്നത്. ചിത്രത്തിന്റെ പോസ്റ്റർ നടൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഇനി മലയാള സിനിമയിൽ ആഹ്ലാദം പകരുന്ന മറ്റൊരു വാർത്തയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ നേടി ആട് 3 മുന്നേറുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. റിലീസായി വെറും 7 ദിവസം കൊണ്ട് ഷാജി പാപ്പനും കൂട്ടരും 100 കോടി ക്ലബിലാണ് കയറിയിരിക്കുന്നത്. 100 കോടി കളക്ഷൻ നേടുന്ന 14ാമത്തെ മലയാള ചിത്രമാണ് ആട് 3. ബോളിവുഡിലും സമാനമായൊരു സംഭവമുണ്ട്. രൺവീർ സിംഗിന്റെ ധുരന്ധർ 2 വെറും 7 ദിവസം കൊണ്ട് 1000 കോടി ക്ലബിൽ കയറിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ലോകം മുഴുവൻ സ്നേഹദീപം പരക്കട്ടെ എന്ന ആശംസയോടെ ഈ ആഴ്ചയിലെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. സാറ്റർഡേ ബുള്ളറ്റിൻ ഇനി അടുത്ത ആഴ്ച.